ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിംഗിലേക്ക് പോകാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം. ഇവിടെ ഈഗോ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നയൻ ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് കപ്സ്, റിന്യൂവലാണ് വന്നിരിക്കുന്നത്. അതൊരു ജഡ്ജ്മെന്റ്. ഒരു ടെൻ ഓഫ് വാൻഡ്സ് ആണ്. ക്യൂൻ ഓഫ് സോർഡ്സ്, Ace of Cups, Nine Swords ആണ്. Balance, the Page of Cups, Court of the Deck വന്നിരിക്കുന്നത് Three of Cups ആണ്. ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വരുന്നു. സെലിബ്രേഷനിന് ആർക്കെങ്കിലും ഒക്കെ സെലിബ്രേഷൻ ഉള്ള സമയം ആയിരിക്കുന്നു. സെലിബ്രേഷൻ ഉള്ള ഒരു അവസ്ഥ വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സന്തോഷത്തിനുള്ള സാഹചര്യം അത് തന്നെയല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ സന്തോഷത്തിനുള്ള സാഹചര്യം ആർക്കെങ്കിലും ഒക്കെ ഇന്ന് ഒത്തു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഈഗോയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഈഗോ എന്ന് പറയുമ്പോഴെന്താണ്, പലതിനോടുമുള്ള അഡിക്ഷൻസ്. അത് നിമിത്തം, അഡിക്ഷൻ നിമിത്തം എന്താണ്, മറ്റുള്ളവരോട് വെറും ഒരു നിസ്സാരമായ രീതിയിൽ പെരുമാറുക. ഞാൻ വലുത് എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വലുത് എന്നുള്ള ചിന്ത വരുമ്പോൾ എന്താണ്, അവിടെ മറ്റുള്ളവരുടെ സ്നേഹം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ്, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കേൾപ്പിക്കുമല്ലോ. അപ്പോൾ അത് പറഞ്ഞു കേൾപ്പിക്കുന്നത് തന്നെയല്ല, ഉള്ളിലെ ആ ഒരു വികാരമാണ്, ഉള്ളിലെ ഇമോഷൻസ് ആണ്. മറ്റുള്ളവരുടെ അത് പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. ആ പ്രകടമാക്കുന്നതിലൂടെ മറ്റുള്ളവർ തന്നെ വലിയ ഒരാളായിട്ട് കരുതണം, താൻ പറയുന്നതെല്ലാവരും അനുസരിക്കണം എന്നുള്ള ഒരു മനോഭാവം, എന്നുള്ള ഒരു ചിന്താഗതി വെച്ചിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഹാപ്പിനെസ്സിനുള്ള ചോയ്സ് നഷ്ടപ്പെടുക എന്നാണ്. ഉള്ളിലൊരു ഈഗോ വരുമ്പോൾ, ഒരു വലിയ ഭാവം വരുമ്പോൾ എന്താണ്,
മറ്റുള്ളവർ നിങ്ങളെ വകവയ്ക്കില്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാനുള്ളത് നിങ്ങളോട് പറയില്ല. അവർ തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. എന്താണ്? നിങ്ങളുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടും. മറ്റുള്ളവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരോട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോവുകയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അവിടെ ഒരു വലിയ ഭാവം കാണിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ പാടില്ല. അതാണ് ഇവിടുത്തെ യൂണിവേഴ്സിന്റെ ആദ്യത്തെ മെസ്സേജ്. മനസ്സിലായപ്പോൾ മറ്റുള്ളവരോട് ചേർന്ന് മറ്റുള്ളവരും ഞാനും ഒരേപോലെയാണ്. എല്ലാം ഈ യൂണിവേഴ്സിന്റെ സന്തതികൾ തന്നെയാണ്. ആരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഒരു വലിയ ഒരു ചങ്ങലയിലെ കണ്ണികൾ തന്നെയാണ് എന്നുള്ള വിശ്വാസമാണ് വേണ്ടത്. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. എന്നെ പോലെ തന്നെ മറ്റൊരു മനോഹരമായ സോളാണ് എന്റെ അടുത്തുള്ളതും എന്ന് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതില്ല, ഞാൻ വലുതെന്നുള്ള ഈഗോ ഭാവം ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? സ്വന്തം ഹാപ്പിനെസ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. സ്വന്തം ജീവിതത്തിൽ പരാജയവും സംഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. അപ്പോൾ അങ്ങനെ പാടില്ല എന്ന്. അടുത്തതായിട്ട് 9 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ എന്തോ ഒരു കാര്യം കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആവും. മുറിവേറ്റ ഹൃദയത്തോടു കൂടി എന്തിനോ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ. ആ ഒരു വെയിറ്റ് ചെയ്യലെന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഏഞ്ചൽസിനോട് ഹെൽപ്പ് ചോദിക്കാം. ആരോടെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. ഹെൽപ്പ് ചോദിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാവുന്ന ആ കാര്യം കംപ്ലീറ്റ് ആക്കാം വേണമെങ്കിൽ. പക്ഷെ ഇവിടെ എന്തോ നോക്കി നിൽപ്പാണ്, കാത്തിരിക്കുന്നു. എനിക്കത് വരാതിരിക്കില്ല. വളരെയധികം പ്രത്യാശയോടുകൂടി ഇവിടെയുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ കാണുന്നത്. അത് യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പ്രപഞ്ചത്തോട് ചോദിക്കാം. പ്രപഞ്ചത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏഞ്ചൽസിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കൂട്ടരാണ്. അപ്പോൾ അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത്രമാത്രം ദുഃഖത്തിന് കാര്യം വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ എപ്പോഴും ഏഞ്ചൽസിനോട് ചോദിക്കാം, അല്ലായെങ്കിൽ പ്രപഞ്ചത്തോട് തന്നെ ചോദിക്കാവുന്നതാണ്. ഇവിടെ മുറിവേറ്റ ഹൃദയത്തോടു കൂടി കാത്തിരിക്കുന്നത് എന്താണോ അതുകൂടി വന്നു എങ്കിൽ മാത്രമേ ഇവിടെ കംപ്ലീറ്റ് ആവൂ എന്ന് ചിന്തിച്ചു നിൽക്കുന്ന എനർജിയാണ്. പക്ഷെ അത് നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. കാരണം ഇവിടെ 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷകരമായ എനർജിയാണ് ഇവിടെ കാണുന്നത്. 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കാനുള്ള ഒരു എനർജി ഉണ്ട്. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ വന്നു ചേരുന്ന എനർജി, കുട്ടികളുമായിട്ട് സന്തോഷകരമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന എനർജിയാണ്. ചിലപ്പോൾ ഇവിടെ കുടുംബങ്ങൾ തമ്മിൽ അകന്നിരിക്കുന്ന ഒരു അവസ്ഥയാവാം. അവിടെ കുട്ടികൾ ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരുന്ന് വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അവിടെ നിങ്ങൾക്ക് കുട്ടികൾ ഒത്തുചേർന്ന് സന്തോഷകരമായ ഒരു ഫാമിലിയിലേക്ക് മുന്നോട്ട് പോകാനും ആ സന്തോഷം ആസ്വദിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ചിലരുടെയൊക്കെ വിവാഹം നടക്കാനുള്ള എനർജി ഉണ്ട്. കാത്തിരിക്കുന്നവർ വന്നു ചേരാനുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ വീട് വാങ്ങിക്കാനും സന്തോഷകരമായ ഒരു വീട്ടിലേക്ക് താമസം മാറ്റാനും കുടുംബസഹിതം അടങ്കം സന്തോഷത്തിലേക്ക് പോകാനുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്രമാത്രം ഹാപ്പിനെസ് നിറഞ്ഞതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ എന്താണ്? ഒരു ജഡ്ജ്മെന്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന കാരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും വളരെയധികം പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയും ഒരു പുതിയ ജന്മത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇതുവരെ വന്നു ഭവിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. ഇതുവരെ വന്നു ചേർന്ന ദുരന്തങ്ങളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് ഒരു ആത്മീയപരമായ എനർജി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് ഇവിടെ പോകാൻ സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ സപ്പോർട്ട്, ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഒക്കെയും ഉണ്ട്. ഈ ഒരു ജന്മത്തിൽ, ഈ ഒരു പുതിയ തുടക്കത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നു. ആ ഒരു തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളോടുകൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് സക്സസ് ആയിട്ട് ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് സക്സസ് ആൻഡ് ഹാപ്പിനെസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലായാലും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു, ക്ലാരിറ്റി ലഭിക്കുന്നില്ല.
അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റൊരു ഫാമിലിയിലേക്ക് പോകുന്നതിനെ പറ്റിയോ ഒരു വിവാഹ കാര്യത്തെ പറ്റിയോ ഒന്നും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിച്ചിരുന്നില്ല ഇതുവരെയും. എങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു പുതുജന്മമാണ്, ഒരു രണ്ടാം ജന്മമാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ എന്താണ്, ഒരുപാട് വർക്ക് ചെയ്ത് എന്താണ് ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥ. കാരണം വീട്ടിലുള്ളവരുടെയും മറ്റുള്ളവരുടെയും എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഒരുപാട് ഭാരം ചുമന്ന് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഈ ഭാരം ഇനി ഒന്ന് താഴെ വെച്ചിരുന്നുവെങ്കിൽ എനിക്കൊരു സ്വസ്ഥത കിട്ടുമായിരുന്നു, എനിക്കൊന്ന് വിശ്രമിക്കാനുള്ള സമയമായില്ലേ ദൈവമേ എന്ന് ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്. കാരണം എന്താണ്, ഭാരം ചുമന്ന് ചുമലുകൾ വേദനയെടുക്കുന്നു. ആ ഒരു അവസ്ഥ വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ സ്ട്രെസ് അനുഭവിക്കുന്നു. അങ്ങനെയുള്ള ആ പ്രോബ്ലംസ് എല്ലാം കൂടെ നിങ്ങളുടെ തലയിലാണ്. കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യം നോക്കി നടത്തേണ്ട ഒരു കടമ ചിലപ്പോൾ ചുമതല നിങ്ങൾക്കായിരിക്കാം. പക്ഷെ നിങ്ങൾ അതിവിടെ താഴെ വെക്കാൻ പോകുന്നു. അത് താഴെ വെച്ച് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് അടുത്തൊരു ലൈഫിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെയും എന്താണ്, ഒരു പുതിയ ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് വേണം ഇനി അടുത്ത ലൈഫിലേക്ക് പോകാൻ. ഇതുവരെ ഹെൽപ്പ് ചെയ്തു, ഇതുവരെ സാക്രിഫൈസ് ചെയ്തു മറ്റുള്ളവർക്ക്. പക്ഷെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതെല്ലാം ഒരു അവഗണനയാണ്. ഇനിയെങ്കിലും അത് പാഠം ഉൾക്കൊണ്ടിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് മറ്റൊരു ജന്മത്തിലേക്ക് പോകാനുള്ള അവസരം ഇവിടെ ആയിരിക്കുന്നു, അതിനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നു, ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്നു. വളരെ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഇവിടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, കണ്ടില്ല? ഇവിടെ ഈ 10 ഓഫ് വാൻസിന്റെ എനർജിയിൽ നിന്നും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ 9 ഓഫ് വാൻസിന്റെ എനർജി, 10 ഓഫ് കപ്സിന്റെ എനർജി, എല്ലായിടത്തു നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ ആർജിച്ചെടുത്ത ആ ഒരു ധൈര്യം ഇൻഡിപെൻഡന്റ് ആവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഫ്രീഡം അനുഭവിച്ചൊരു ലൈഫിലേക്ക് പോകണമെന്ന് സ്വയം ആഗ്രഹിക്കുന്നു, ഒരു മാറ്റത്തെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്ന് കരുതിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണ്? പക്ഷെ ഇവിടെ അങ്ങനെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്നു. ഒരുപാട് മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോവുക. അപ്പോൾ തന്നെ എന്താണ്, സ്വയം മാറുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഹെൽത്തിലായാലും വെൽത്തിലായാലും നിങ്ങൾക്ക് ഫിനാൻസ് പരമായ കാര്യങ്ങളിലൊക്കെ നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നു. നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ആ ഒരു അവസരത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഇതുവരെയും. ഇപ്പോഴാണ് അത് വന്നു ചേരാനുള്ള സമയം ആയിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു രണ്ടാം ജന്മം വരുന്നുണ്ട്. ആ രണ്ടാം ജന്മത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ പുതിയ സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്ക് പോകാനുള്ള സാധ്യത വന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. ഒരു കരിയർ സംബന്ധമായ കാര്യത്തിലല്ല എങ്കിൽ നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴിയാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നത്. സ്വന്തമായി കാര്യങ്ങളെ നോക്കിക്കാണാനും മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ പാലിക്കാനും സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും അല്ലെങ്കിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാനും ഒരു കഴിവ് നിങ്ങളെ കൊണ്ട് ഇവിടെ വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, ഏസ് ഓഫ് കപ്സ് ആണ്. മറ്റെല്ലാവരോടും സ്നേഹം, ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എല്ലാവരോടും സ്നേഹിക്കാൻ അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹമായി പെരുമാറാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്. മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ട് സ്വീകരിക്കാനും പുതിയ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാനും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി വരുന്നുണ്ട്. കാര്യം എന്താണ്, ഹൃദയത്തിൽ നിന്നും അലിവ് തോന്നുന്നുണ്ട്. പാവങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ പാവപ്പെട്ടവരോട് ഹൃദയത്തിൽ നിന്നും അലിവുണ്ടാകുന്നു. അപ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവികമായ എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്.
ദൈവികമായ എനർജി കടക്കുന്നത് എവിടെയാണ്? ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനിലൂടെയാണ്. മനസ്സിലായി? അവിടെയാണ് എല്ലാം സറണ്ടർ ചെയ്യുന്നത്. ദൈവികമായ എനർജിയിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്നത് ഇവിടെയാണ്. സറണ്ടർ ചെയ്യുമ്പോഴാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ നടക്കുന്നത്. ഇവിടെ അങ്ങനെ വരുമ്പോഴാണ് പുതിയ പുതിയ എക്സ്പീരിയൻസസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പുതിയ ജീവിതത്തിലെ മാര്യേജ് കാര്യങ്ങൾ, അല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പോയ വ്യക്തികൾ തിരിച്ചു വരിക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനുമുള്ള സാധ്യത വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പുതിയ വീടുകൾ വാങ്ങിക്കാൻ, പുതിയ പാർട്ട്ണറെ കാണാനും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് വരാനും ഒക്കെയുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ പിരിഞ്ഞിരുന്ന പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, അങ്ങനെ ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാനുമുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നയനോ സോഡാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറക്കമില്ലാത്ത ഒരവസ്ഥ. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം പാർട്ട്ണറുമായിട്ട്, അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലാവാം, കപ്പിൾസ് തമ്മിലാവാം. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊന്നും അകൽച്ച വന്നിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കുറച്ച് അകൽച്ച വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ആർഗ്യുമെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ പരസ്പരം പറഞ്ഞ ആർഗ്യുമെന്റ് ഉണ്ടായ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പേടി ഉണ്ടാവുന്നു. മനസ്സിൽ പേടി ഉണ്ടാവുന്നു, ദുസ്വപ്നങ്ങൾ കാണുന്നു. മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ പേടി ഉണ്ടാകുമ്പോഴാണ് ദുസ്വപ്നങ്ങൾ കാണുന്നത്, അല്ലേ? അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ദുസ്വപ്നങ്ങൾ കാണുന്നത്. ഇല്ല എങ്കിൽ കാണുകയില്ല. ആ പേടി എന്തുകൊണ്ടാണ് വരുന്നത്? സ്വന്തം കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച വിധത്തിൽ സാധിക്കുന്നില്ല, അതാണ്. മറ്റുള്ളവരോട് ഒത്തുചേരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ചിലപ്പോൾ മനസ്സിൽ ഈഗോയാവാം. കുറച്ചൊന്ന് പേഷ്യൻ്റായിട്ട് ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനത്തെ ഒരു അകൽച്ച വരുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പറ്റിയുള്ള അപവാദങ്ങൾ പറഞ്ഞിട്ട് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ വിഷമം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഉറക്കമില്ലാത്ത രാത്രി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ നൈൻ ഓഫ് സോർഡിന്റെ അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതം ഇംബാലൻസ്ഡ് ആണ്. ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പോൾ ആകെപ്പാടെ തകർന്നടിഞ്ഞു പോയി. സ്വപ്നങ്ങളും കാഴ്ച, അതുപോലെ തന്നെ കെട്ടിപ്പൊക്കിയ കൊട്ടാരം എല്ലാം ഇവിടെ നശിച്ചു പോയ ഒരവസ്ഥയാണ്. കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കാത്ത ഒരവസ്ഥയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിന്നുമാണ് നിങ്ങളുടെ ജീവിതത്തിന് ബാലൻസ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഐഡിയാസ് മുന്നോട്ട് അതിനെ നല്ല രീതിയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു കോംപ്രമൈസിലേക്ക് എത്തിച്ചേരാൻ ഇവിടെ കഴിയുന്നു. അതുപോലെ തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു കഴിവ് ഇവിടെ വരുന്നുണ്ട്. ഏതൊരു കാര്യത്തിലായാലും സെൽഫ് കൺട്രോൾ അത് വേണം, അത്യാവശ്യമാണ്. സെൽഫ് കോൺഫിഡൻസ് വേണം. ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് വേണം. അതിന് ഏതൊരു സമയത്ത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പേഷ്യൻസ് അത്യാവശ്യമാണ്. ക്ഷമ എന്ന് പറയുന്നത് അത്യാവശ്യ കാര്യമാണ്. ഇവിടെ ക്ഷമയില്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ട് ഒക്കെയാണ് രാത്രിയിൽ ദുസ്വപ്നം കാണുന്നത്. നൈൻ ഓഫ് സോർഡിന്റെ അവസ്ഥ വരുന്നത് മനസ്സിലായി. മറ്റുള്ളവരുടെ വായിൽ നിന്നും അപവാദം കേൾക്കാനുള്ള ആ ഒരു സമയം വരുന്നത് എന്തുകൊണ്ടാണ്? കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അല്ലെങ്കിൽ പറഞ്ഞ് അതിനെക്കുറിച്ച് പേടിക്കുന്നതിന് പകരം ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞോളട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഒരവസ്ഥ വരില്ല. ഉറക്കമില്ലാത്ത ദിവസങ്ങൾ വരില്ല. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്ത് പോകൂ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. എപ്പോഴെങ്കിലും നിങ്ങളുടെ ചിന്തകൾ ചിന്നിച്ചെതറിയാണോ, ഒന്നും തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണോ നിങ്ങൾ അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഗ്രൗണ്ടഡ് ആവാൻ ശ്രമിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ബാലൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയും. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ പേജ് ഓഫ്
കപ്സ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ആരോട് നിങ്ങളുടെ ആർക്കെങ്കിലും ഒക്കെ പ്രണയം തോന്നിയിട്ടുണ്ടാവാം. അത് ഇപ്പോൾ നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങളോട് പറയാതെ കൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു കാര്യം, ഒരു സീക്രട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇനി നിങ്ങളോട് ആരോ അത് തുറന്നു പറയാനുള്ള അവസരമായിരിക്കുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ പറയുന്നത്. അപ്പോൾ അതുവഴി ചിലപ്പോൾ ചിലർക്ക് വിവാഹത്തിലേക്ക് പോകാനുള്ള എനർജി ഉണ്ട്. ചിലർക്ക് സന്തോഷകരമായി കാണാതിരുന്ന് കണ്ടുമുട്ടുന്ന പാർട്ട്ണർ, അല്ലെങ്കിൽ അതിലൂടെ സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പലതരത്തിലുള്ള സ്വപ്നങ്ങളും ഒക്കെ ഇവിടെ സഫലമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. അല്ല എങ്കിൽ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സക്സസിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് കാർഡ്സ് എടുക്കാവേ. പ്രൊട്ടക്ഷൻ ആണ്, കണ്ടില്ലേ? നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏതൊരു സാഹചര്യത്തിലായാലും, ഇടിമിന്നൽ വരുമ്പോഴായാലും പേമാരി വരുമ്പോഴായാലും നിങ്ങൾക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചം തന്നെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കൂ, യൂണിവേഴ്സിൽ വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, നല്ല മാറ്റമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ന്യൂ ബിഗിനിങ്സ്, നല്ല മാറ്റവും വരുന്നുണ്ട്, ന്യൂ ബിഗിനിങ്സും വരുന്നുണ്ട്. കണ്ടോ? ഇവിടെ ഇന്നർ പീസ്, ഇവിടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരാൻ പോകുന്നുണ്ട്. പല വിധത്തിലുള്ള മാറ്റങ്ങളിലൂടെ ഇവിടെ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം, പുതിയ മാറ്റം ഒക്കെ വരുന്ന സമയമാണ്. കണ്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ബട്ടർഫ്ലൈസിനെ പോലെ പാറിപ്പറക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. കണ്ടോ? ഇതാണ് ഇവിടെ. എങ്ങനെയാണ് ഒരു പുഴുവിൽ നിന്നും ബട്ടർഫ്ലൈ ഇത്ര മനോഹരമായ ചിറകുകളോടുകൂടി പാറിപ്പറന്ന് നടക്കാൻ അതിന് കഴിയുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ അവസ്ഥയ്ക്കും വളരെ വലിയ വ്യത്യാസം വരും. വളരെ നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ. അതുപോലെ തന്നെ ഇന്നർ പീസ്, അത്യാവശ്യം എന്താണ്, നമുക്ക് എല്ലാ മനുഷ്യർക്കും എന്താണ് അത്യാവശ്യം? മനസമാധാനമാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ആന്തരികമായ ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ മനസ്സിന് തീർച്ചയായിട്ടും ഒരു സമാധാനം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ്. കണ്ടോ? ഇവിടെ പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, ഇന്നർ പീസ് വർദ്ധിപ്പിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക പല കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ ക്ഷമയോടുകൂടി പലതിലേക്ക് മുന്നോട്ട് പോവുക, ഉള്ളിലുള്ള ഈഗോ കളയുക. ഇതൊക്കെയാണ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് മെസ്സേജ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.